ഈ ഇന്ത്യക്കാരുടെ അമേരിക്കൻ ഡ്രീം, പ്രത്യേകിച്ച് മലയാളികളുടെ അമേരിക്കൻ ഡ്രീം, എന്താ ഇത് കുറയാത്ത കാര്യം? അത് ഒരിക്കലും കുറയത്തില്ല. മനുഷ്യന്റെ പ്രതിഭാസത്തിന്റെ മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധ്യതകളായിട്ടുള്ള പവർ അത് തന്നെയാണ്. നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് നമ്മൾ തുടങ്ങി വന്നവരാണെങ്കിലും നമ്മളെന്നും എന്നും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ അവിടെ ഇന്ത്യക്കാർക്കും കേരളക്കാർക്കും ഒരു പവർ ഉണ്ട് കേട്ടോ. അതാണ് പണ്ട് കാലത്ത് കടൽ കടന്ന് കൂകുന്നത് ഒരു തിന്മയാണെന്ന് റിലിജൻ പറഞ്ഞ സ്ഥലത്ത് ഇന്നിപ്പോഴേ നമ്മുടെ ആൾക്കാർക്ക് നേരെ തിരിച്ച് മനസ്സിലായി. അതായത് പുറത്തു പോയാൽ നമ്മൾ രക്ഷപ്പെടും. അപ്പൊ ഒരു ഗ്ലോബലൈസ് സമൂഹത്തിനകത്തോട്ട് കേരളത്തിനും ഇന്ത്യക്കും ഉണ്ട്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. അവിടെയാണ് ഞാൻ പറയുന്നത്. അപ്പോഴെന്റെ ചോദ്യമുണ്ട്, പിന്നെന്തുകൊണ്ട് ഇവർ പോയിട്ട് തിരിച്ചു വരുന്നില്ല? അവര് വരത്തില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ നല്ല സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും അവിടെ ഉണ്ട്. കാരണം നമ്മളിപ്പം പറഞ്ഞത് ഞാന് പണ്ട് 14 എഴുതിയ പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞ പോലെ അത് ആ ചോദ്യത്തിന് ആദ്യത്തെ ചോദ്യം കിടക്കുന്നത്. അതായത് കറപ്ഷൻ എവരിവെയർ, എല്ലാ ലോകത്തിലും കറപ്ഷൻ ഉണ്ട്. അമേരിക്കയില് കറപ്ഷൻ ഉള്ളത് ലോബി വെച്ചോ എന്തെങ്കിലും ആയിരിക്കും. ഞാൻ യൂറോപ്പിൽ പഠിച്ചുകൊണ്ടിരുന്നത് അവിടെ അഗസ്റ്റോ ഹെലികോപ്റ്ററിന്റെ പേരിൽ അവിടെ പ്രശ്നമുണ്ട്, നമ്മുടെ ഇന്ത്യയിലുള്ളപ്പം തന്നെ. അതേ സമയത്ത് വേറൊരു കാര്യമുണ്ട്, അവിടുത്തെ പോലീസ് സ്റ്റേഷനിലോ അവിടുത്തെ പഞ്ചായത്ത് ഓഫീസിലോ മുനിസിപ്പാലിറ്റിയിലോ ₹1 കറപ്ഷൻ ഇല്ല. അവിടെ സർവീസസ് ഉണ്ട്. അപ്പം നമുക്ക് എന്താണെന്നറിയോ, വി ഹാവ് കറപ്ഷൻ ഫ്രം ടോപ്പ് ടു ബോട്ടം. വെറാസ് ഇൻ യൂറോപ്പിലും ടോപ്പ് ലെവലിലെ കറപ്ഷൻസ് ഉണ്ട്. അവർ പിടിക്കാനുള്ള കാര്യങ്ങൾ അവർക്കുണ്ട്, അമേരിക്കയിലും ഉണ്ട്.